ഇലക്ട്രോണിക് സ്പാർക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോണിക് കമ്പനിയുടെ GN100D ഹൈഫൈ സിസ്റ്റമാണ് നമുക്കിന്ന് സർവീസിന് വന്നിരിക്കുന്നത്. പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നല്ലാതെ ഡിസ്പ്ലേയിലൊന്നും വരുന്നില്ല. നമുക്ക് ഈ സെറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ സെറ്റിൻ്റെ ട്രാൻസ്ഫോമർ സാധാ ഹൈഫൈ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫോമറേക്കായും നല്ല വലിപ്പമുള്ള ഒരു മോഡലാണ്. രണ്ട് മോഡൽ ട്രാൻസ്ഫോമറുകൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാവുന്നതാണ്. മറ്റുള്ള ഹൈഫൈ സെറ്റുകളുടെ ട്രാൻസ്ഫോമർ സോണിയുടെ ഹൈഫൈ സെറ്റുകളുടെ ട്രാൻസ്ഫോമറുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വലിപ്പം സോണിയുടെ ട്രാൻസ്ഫോമറുകൾക്കാണ്. നല്ല സൗണ്ട് ഔട്ട്പുട്ട് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലത്തെ ആംബിയർ കൂടിയ ട്രാൻസ്ഫോമറുകൾ സെറ്റ് ചെയ്യുന്നത്. നല്ല സൗണ്ട് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു മോഡൽ തന്നെയാണ് ഈ സെറ്റ്. ഈ സെറ്റ് എങ്ങനെ റെഡിയാക്കി എടുക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനായി നമുക്ക് ഈ സെറ്റിൻ്റെ ഓരോ ഭാഗങ്ങളായി ഓപ്പൺ ചെയ്യാം. ഈ സെറ്റ് നമുക്ക് സർവീസിന് തരുന്നതിന് മുമ്പ് എവിടെയോ ഓപ്പൺ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ലോഡറെല്ലാം ഓപ്പൺ ചെയ്താണ് ഇരിക്കുന്നത്. നമുക്കതെല്ലാം മാറ്റി വയ്ക്കാം. മുൻപുള്ള വീഡിയോകളിൽ ഒരുപാട് പേർ ചോദിച്ചൊരു കാര്യമാണ് ഈ സെറ്റിൻ്റെ ലെൻസ് കിട്ടുമോ എന്ന്. പുതിയ മോഡൽ DVDകളുടെ ലെൻസുമായി ഒരുപാട് വ്യത്യാസമില്ല എങ്കിൽ പോലും ഈ സെറ്റുകളുടെ മദർ ബോർഡുമായി സപ്പോർട്ട് ചെയ്യുന്ന ലെൻസുകൾ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ അല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇനി ലെൻസ് ലഭിച്ചാൽ പോലും വർക്ക് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ലാത്തതുകൊണ്ട് സർവീസിന് വരുന്ന സെറ്റുകളിൽ ലെൻസ് ചേഞ്ച് ചെയ്യുന്ന വർക്ക് വരികയാണെങ്കിൽ നമ്മൾ അതിപ്പോൾ ചെയ്യാറില്ല. നമുക്കിനി ഈ സെറ്റിൻ്റെ കംപ്ലൈൻറ്റിലേക്ക് പോകാം. റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന അവസ്ഥയിലാണ് സെറ്റ് സർവീസിന് വന്നതെങ്കിലും ചെറിയ രീതിയിൽ തട്ടിക്കൊടുത്താൽ ചില സമയങ്ങളിൽ സെറ്റ് ഓൺ ആവും എന്ന് കസ്റ്റമർ പറഞ്ഞിരുന്നു. ഈ സെറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ മദർ ബോർഡിൽ ഒരുപാട് ലൂസ് കോൺടാക്റ്റുകൾ ഉണ്ടായിരുന്നു. നമുക്കതെല്ലാം ഒന്ന് റീസോൾഡർ ചെയ്തതിന് ശേഷം സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഈ മോഡൽ സെറ്റുകൾ സർവീസ് ചെയ്യുമ്പോൾ ആ കംപ്ലൈൻറ്റ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് എന്ന് ആദ്യമേ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ മോഡൽ സെറ്റുകൾ എളുപ്പത്തിൽ നമുക്ക് സർവീസ് ചെയ്തെടുക്കുവാൻ കഴിയും. ഈ സെറ്റിൻ്റെ ലൂസ് കോൺടാക്റ്റുകളെല്ലാം സോൾഡറിംഗ് ഗൺ ഉപയോഗിച്ച് നമ്മൾ റീസോൾഡർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ലൂസ് കോൺടാക്റ്റുകൾ റെഡി ആയപ്പോൾ തന്നെ സെറ്റ് വർക്കായിട്ടുണ്ട്. സെറ്റിൻ്റെ ഡിസ്പ്ലേ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഡിസ്പ്ലേ മങ്ങി കാണുന്ന ഡിസ്പ്ലേയുടെ പ്രശ്നമല്ല, ഡിസ്പ്ലേയുടെ പുറത്തുള്ള ഗ്ലാസിൻ്റെ പ്രശ്നമാണ്. തിന്നർ പോലുള്ള എന്തോ ലിക്വിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അവസ്ഥയിൽ തന്നെ സെറ്റ് കസ്റ്റമറിന് കൊടുക്കുക എന്നുള്ളത് നമുക്ക് കുറച്ച് മടിയുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗ്ലാസ് ഓപ്പൺ ചെയ്ത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഈ മോഡൽ സെറ്റുകളുടെ ഗ്ലാസ് പുതിയത് ലഭിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ അത് തന്നെ പോളിഷ് ചെയ്ത് റെഡിയാക്കി എടുത്തു. പോളിഷ് വർക്കുകൾ എനിക്ക് അറിയാത്തതുകൊണ്ട് തന്നെ എൻ്റെ കൂട്ടുകാരനായ റാഫിയാണ് എനിക്കിത് ഇത്രയും ഭംഗിയാക്കി റെഡിയാക്കി തന്നത്. പോളിഷിന് കൊടുത്തപ്പോൾ ഇത്രയും ഭംഗിയാവും എന്ന് ഞാൻ കരുതിയില്ല. അവൻ്റെ വർക്കിൻ്റെ പെർഫെക്ഷൻ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാവുന്നതാണ്. ആദ്യം ഡിസ്പ്ലേയിലെ ഡിജിറ്റ് ഒന്നും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാ ഡിജിറ്റും ഭംഗിയായി കാണുവാൻ കഴിയുന്നുണ്ട്. ഡിസ്പ്ലേയുടെ ഗ്ലാസ് പോളിഷ് ചെയ്തെടുത്തോടുകൂടി ഈ സെറ്റിൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയി.